അപ്പം നമ്മൾ കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് മൂന്നാമത്തെ ക്ലാസ് പാർട്ട് 3. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ ഷെല്ലും ആ ഷെല്ലിൽ കാണപ്പെടുന്ന സബ് ഷെല്ലുകളെ കുറിച്ചും പഠിച്ചു. ഷെല്ലെന്ന് പറയുന്ന മെയിൻ എനർജി ലെവലിൽ കാണപ്പെടുന്ന സബ് എനർജി ലെവലുകൾ ഏതാണെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഒന്നാമത്തെ ഷെല്ലാണ് കെ ഷെല്ല്. കെ ഷെല്ലിൽ എസ് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലാണ് എൽ ഷെല്ല്. എൽ ഷെല്ലിൽ എസ് സബ് ഷെല്ലും പി സബ് ഷെല്ലും കാണപ്പെടുന്നു. മൂന്നാമത്തെ ഷെല്ലാണ് എം ഷെല്ല്. എസ് സബ് ഷെല്ലുണ്ട്, പി സബ് ഷെല്ലുണ്ട്, ഡി സബ് ഷെല്ലുണ്ട്. നാലാമത്തെ ഷെല്ലാണ് എൻ ഷെല്ല്. എസ് സബ് ഷെല്ലുണ്ട്, പി സബ് ഷെല്ലുണ്ട്, ഡി സബ് ഷെല്ലുണ്ട്, എഫ് സബ് ഷെല്ലുണ്ട്. ഓരോ സബ് ഷെല്ലിന്റെ ഷേപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 4 ഷെല്ലിലും കെ എൽ എം എൻ ഈ 4 ഷെല്ലിലും പൊതുവായി കാണപ്പെടുന്ന കോമൺ ആയിട്ട് കാണപ്പെടുന്ന സബ് ഷെല്ലാണല്ലോ എസ്. അപ്പൊ നമുക്ക് ഓരോ ഷെല്ലിലെയും എസ്സിനെ പ്രത്യേകം തിരിച്ചറിയണം. അതിനുവേണ്ടി സബ് ഷെല്ലിന്റെ പേരിനോടൊപ്പം നമ്മൾ അതിന്റെ ഷെൽ നമ്പറും കൂടി എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. അതായത് ഇവിടെ ഞാൻ 1S എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? 1 സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പർ 1 ആണ്. ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെൽ, അതാണ് 1S സൂചിപ്പിക്കുന്നത്. അപ്പം 1Sനകത്തെ നമ്പർ ആയ 1 എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ ഷെൽ നമ്പറിനെ സൂചിപ്പിക്കുന്നു. അപ്പം 1S നമ്മൾ എങ്ങനെ വായിക്കണം? ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെൽ. ഓക്കെ, അപ്പൊ നമുക്ക് 2S എങ്ങനെ വായിക്കാം? 2S എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെൽ. രണ്ടാമത്തെ ഷെല്ലിൽ പി ഉണ്ടായോണ്ട് 2P. ഇനി മൂന്നാമത്തെ ഷെല്ലിലേക്ക് വന്നാലോ, മൂന്നാമത്തെ ഷെല്ലിൽ എസും പിയും ഡിയും ഉണ്ട്. മൂന്നാമത്തെ ഷെല്ലിൽ എസിനെ നമ്മൾ എന്തെന്ന് പറയും? 3S എന്ന് റെപ്രസെന്റ് ചെയ്യും. പിയെ 3P എന്ന് റെപ്രസെന്റ് ചെയ്യും. ഡിയെ 3D എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇനി നാലാമത്തെ ഷെല്ലിലേക്ക് നമ്മൾ വരുമ്പോഴോ, നാലാമത്തെ ഷെല്ലിൽ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. നാലാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെല്ലിനെ 4S എന്ന് വിളിക്കും, പിയെ 4P എന്ന് വിളിക്കും, 4D ഇവിടെ 4F. ഓക്കെ, അപ്പം ഓരോ സബ് ഷെല്ലുകളെയും നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിന്റെ നമ്പറുടെ ചേർത്തായിരിക്കും? ഷെല്ലിന്റെ നമ്പറുടെ ചേർത്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1S, 2S, 2P, 3S, 3P, 3D, 4S, 4P, 4D, 4F. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ 1S എന്ന് പറയുന്ന സബ് ഷെൽ, ഒന്നാമത്തെ ഷെല്ലിൽ എസ് സബ് ഷെൽ, നമുക്കറിയാം എസ് സബ് ഷെല്ലിൽ മാക്സിമം അക്കോമഡൻസ്, മാക്സിമം നമുക്ക് എത്ര ഇലക്ട്രോണുകൾ നിറയ്ക്കാൻ പറ്റും? 2 ഇലക്ട്രോണുകളല്ലേ. അപ്പൊ നമ്മൾ ആ എത്ര ഇലക്ട്രോണുകളെ പരമാവധി നിറയ്ക്കാൻ കഴിയും ആ സംഖ്യ നമ്മൾ എന്ത് ചെയ്യണം? എസ് സബ് ഷെല്ലിന്റെ മുകളിൽ ഇങ്ങനെ സൂചിപ്പിക്കും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വായിക്കും? 1S2. ഇതിന്റെ മീനിങ് എന്താ? 1S2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ, ആ എസ് സബ് ഷെല്ലിൽ പരമാവധി നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ലിലേക്ക് വരാം. രണ്ടാമത്തെ ഷെല്ലിൽ 2S ഉണ്ടല്ലോ. എസ് സബ് ഷെല്ലിൽ പരമാവധി നിറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 നമ്മൾ പഠിച്ചതാ. അപ്പം 2S2. ഇനി 2P ഉണ്ട്. പി സബ് ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി നിറയുന്ന മാക്സിമം നമുക്ക് 6 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 2P6 എന്ന് പറയും. ഇവിടെ 3S2 എന്ന് പറയും, 3P6 എന്ന് പറയും. ഇനി ഡി സബ് ഷെല്ലിലേക്ക് വന്നാൽ ഡി സബ് ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകളാ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും ഈ സബ് ഷെല്ലിന്? 3D10. ഓക്കെ, ഇനി എന്താ? നാലാമത്തെ ഷെല്ലിലേക്ക് വന്നാൽ എസ് സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, 4S2. പി സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ, 4P6. ഡി സബ് ഷെല്ലിൽ 10 ഇലക്ട്രോൺ, 4D10. എഫ് സബ് ഷെല്ലിൽ 14 ഇലക്ട്രോണുകളാണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം 4F14. അപ്പം മൊത്തത്തിലുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സബ് ഷെല്ലുകളുമായി ബന്ധപ്പെട്ട് ഓരോ ഷെല്ലിലും കാണപ്പെടുന്ന സബ് ഷെല്ലുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, എന്താണ് 3D10? 3D10 കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്? 3D10 എന്ന് പറഞ്ഞാൽ ഈ 3 സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പറാണ്, ഡി സൂചിപ്പിക്കുന്നത് സബ് ഷെല്ലാണ്, ഈ 10 സൂചിപ്പിക്കുന്നത് 3D സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓക്കെ, അപ്പം ഓരോ സബ് ഷെല്ലുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് എങ്ങനെയാണ്
ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ പഠിച്ചതാണ്. നമുക്ക് എന്നാലും ഒന്നും കൂടി പറഞ്ഞു പോകണം. നമുക്കറിയാം, ഒരു ആറ്റം നമ്മൾ എടുക്കുന്നു. ആറ്റത്തിന് ഒരു കേന്ദ്ര ഭാഗമുണ്ട്, ന്യൂക്ലിയസ്. ഒന്നാമത്തെ ഷെല്ലുണ്ട് കെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലുണ്ട് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലുണ്ട് എം ഷെല്ല്, നാലാമത്തെ ഷെല്ലുണ്ട് എൻ ഷെല്ല്. ഓക്കെ, ഇത് ന്യൂക്ലിയസ് ആണ്, ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അപ്പം ശ്രദ്ധിക്കുക, ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഹൈലി പോസിറ്റീവ് ചാർജ് ആണ്. ശക്തമായ പോസിറ്റീവ് ചാർജ് ആണ് ആർക്കുള്ളത്? ന്യൂക്ലിയസിനുള്ളത്. ഈ ഷെല്ലിലൂടെ കടന്ന് റിവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുമായിട്ട് ന്യൂക്ലിയസിനെ സർക്കുലാർ പാത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇലക്ട്രോണുകളല്ലേ. അപ്പം പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട്. ന്യൂക്ലിയസിനെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വലം വയ്ക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ പോസിറ്റീവ് ചാർജും ഈ നെഗറ്റീവ് ചാർജും നമ്മളൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുത്തില്ലേ? ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകത്തില്ലേ? വൈദ്യുത ആകർഷണ ബലം ഉണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലും തമ്മിൽ ഒരു ആകർഷണ ബലം ഉണ്ടാകും. അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്, വൈദ്യുത ആകർഷണ ബലമാണ്. ഓക്കെ, അപ്പം എന്റെ ചോദ്യം ഇതാണ്, ന്യൂക്ലിയസുമായി കൂടുതൽ അട്രാക്ഷനിലുള്ള ഷെല്ല് ഏതാ? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുക്കുന്ന ഷെല്ലായതുകൊണ്ട് കെ ഷെല്ലിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളത്. കെ കഴിഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് തൊട്ട് അകലെയുള്ള എല്ലിൽ അട്രാക്ഷൻ കുറവായിരിക്കും, അട്രാക്ഷൻ കൂടുതൽ കെയ്ക്കായിരിക്കും. ആകർഷണം കെ കഴിഞ്ഞാൽ എല്ലിന് കുറവ്, എം എൻ. അപ്പൊ നമുക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർഡർ എന്ന് എഴുതി നോക്കുമ്പോൾ എങ്ങനെ വരും? കെ ഷെല്ലിനാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കെ ഷെല്ലിനാണ്. കെ കഴിഞ്ഞാൽ എല്ല്, എം എൻ, ഇങ്ങനെ എഴുതി കൂടെ. അപ്പം ന്യൂക്ലിയസുമായി ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന കെ ഷെല്ലിനാണ് ന്യൂക്ലിയസിന്റെ ആകർഷണ ബലം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഏത് ഷെല്ലിലാ? കെ ഷെല്ലിലാണ്. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന എനർജിയെ കുറിച്ചാണ്. ആരുടെ എനർജി? ഇലക്ട്രോണിന്റെ എനർജി, അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജി വഴി ഷെല്ലിന് കിട്ടുന്ന എനർജി. ഷെല്ലിന്റെ എനർജിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കണം. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അട്രാക്ഷൻ കൂടുമ്പോൾ എനർജിക്ക് എന്ത് സംഭവിക്കും? അട്രാക്ഷൻ കൂടുമ്പോൾ എനർജിക്ക് എന്ത് സംഭവിക്കും? നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ആകർഷണ ബലം കൂടുമ്പോൾ, ഇവിടെ ന്യൂക്ലിയസും ഷെല്ലും തമ്മിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ആകർഷണ ബലവും ഇലക്ട്രോണുകളുടെ എനർജി, ഇലക്ട്രോണുകളുടെ ഊർജം, അല്ലെങ്കിൽ ഷെല്ലിന്റെ ഊർജം, ഇലക്ട്രോണുകളുടെ ഊർജം അല്ലെങ്കിൽ ഷെല്ലിന്റെ ഊർജം, ഫോഴ്സ് ഓഫ് അട്രാക്ഷനും എനർജി ഓഫ് ഇലക്ട്രോൺ ഓർ ഷെൽ, ഷെല്ലിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എനർജിയും ഏത് അനുപാതത്തിലാണെന്ന് ചോദിച്ചാൽ വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതത്തിലാണ്. അതായത് ആകർഷണ ബലം കൂടിയാൽ, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോൾ എന്ത് കുറയും? എനർജി കുറയും. അപ്പം ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസും ഷെല്ലും തമ്മിലുള്ള ആകർഷണ ബലവും ഊർജവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആകർഷണ ബലം കൂടുന്തോറും ഷെല്ലിന്റെ എനർജി എന്ത് ചെയ്യും? കുറയും. When force of attraction increases, energy decreases. When force of attraction increases, force of attraction between nucleus and shell increases, energy decreases. Okay. അപ്പം അത് പ്രകാരം നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഓർഡർ പഠിച്ചത് എങ്ങനെ? കെ ഷെല്ലിലാണ് ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. കെ കഴിഞ്ഞാൽ എൽ ആണ്, എൽ കഴിഞ്ഞാൽ എം ആണ്, എം കഴിഞ്ഞാൽ എൻ ആണ്, അല്ലേ? അപ്പം ഏറ്റവും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ കെയ്ക്കൽ, ഇത് നമ്മുടെ ആകർഷണ ബലത്തിന്റെ കാര്യമാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്, ആകർഷണ ബലം. ഓക്കെ, ഇനി നമുക്ക് ഊർജത്തിലേക്ക് പോകുമ്പോൾ തിരിയത്തില്ലേ? നേരെ ഓപ്പോസിറ്റ് ആവും. കാര്യം എന്താ? ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കെ ഷെല്ലിന്, അല്ലെങ്കിൽ കെ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ഊർജം ഏറ്റവും കുറവായിരിക്കും. കെ ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും എൽ ഷെല്ലിന്, എൽ ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും എം ഷെല്ലിന്,
എം ഷെല്ലിനേക്കാൾ ഊർജ്ജം കൂടുതലായിരിക്കും എൻ ഷെല്ലിന്. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഈ ഒരു ഒറ്റ കാര്യമാണ്, ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലിന്റെ അല്ലെങ്കിൽ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എനർജി കൂടി വരുന്നു. നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, വെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഷെൽ ഇൻക്രീസസ്, വെൻ distance between nucleus and shell increases, energy also increases. When distance between nucleus and shell increases, energy also increases. ന്യൂക്ലിയസും ഷെല്ലും തമ്മിലുള്ള അകലം കൂടുന്ന അനുസരിച്ച് ഷെല്ലുകളുടെ ഊർജ്ജം എന്ത് ചെയ്തു വരുന്നു, കൂടിക്കൂടി വരുന്നു. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തുള്ള കെ ഷെല്ല് നമ്മൾ എടുത്താൽ ആ കെ ഷെല്ലിന് എന്ത് കുറവായിരിക്കും, ഊർജം കുറവായിരിക്കും. കെ ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും എൽ ഷെല്ലിന്, എൽ ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും എം ഷെല്ലിന്, എം ഷെല്ലിനേക്കാൾ ഊർജം കൂടുതലായിരിക്കും എൻ ഷെല്ലിന്. ഓക്കെ, ഇനി ഇലക്ട്രോണുകൾ നിറയുന്ന ക്രമം എങ്ങനെ? ഞാൻ സോഡിയം അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം എടുത്തു. അറ്റോമിക നമ്പർ 11 അറ്റോമിക നമ്പർ 11 എന്ന് പറയുമ്പോൾ അതിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 11 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. ഈ 11 ഇലക്ട്രോണുകളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെ എഴുതും? 281 281 എന്ന് എഴുതും. ഇവിടെ എന്താണ് ഈ 2 സൂചിപ്പിക്കുന്നത്? 2 സൂചിപ്പിക്കുന്നത് കെ ഷെല്ലിലാണ് ആദ്യത്തെ 2 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത്. കെ എൽ, അപ്പം കെ ഷെല്ലിലാണ് ആദ്യത്തെ 2 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്നത്. കെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്ത ശേഷം, മൊത്തം നിറഞ്ഞ ശേഷമല്ലേ എൽ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോയത്. എന്തുകൊണ്ടാണ് കെ ഷെല്ല് നിറഞ്ഞിട്ട് ഉടൻ തന്നെ എല്ലിലേക്ക് പോയത്, എമ്മിൽ പോയില്ല? അപ്പൊ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ, എപ്പോഴും ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് എന്തിന്റെ ഓർഡറിലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാ? എനർജിയുടെ അടിസ്ഥാനത്തിലാണ്. എപ്പോഴും ഒരാറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ ഷെല്ലുകളിൽ നിറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? എനർജിയുടെ അടിസ്ഥാനത്തിലാണ്, ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഇലക്ട്രോൺ ആദ്യം നിറയുന്നത് ഊർജം ഏറ്റവും കുറഞ്ഞ ഷെല്ലിലായിരിക്കും. ഊർജം കുറഞ്ഞ ഷെല്ലിൽ നിറയുന്നു. ആ ഷെല്ല് മുഴുവൻ മൊത്തം നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ഊർജം കൂടിയ ഷെല്ലിലേക്ക് പോകുന്നു. അപ്പം ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ല്. ആ ഊർജം കുറഞ്ഞ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഈ ഷെല്ലിനേക്കാൾ ഊർജം കൂടിയ തൊട്ടടുത്ത ഊർജം കൂടിയ ഷെല്ലിലേക്ക് പോകും. അതായത് കെ ഷെല്ല് മുഴുവൻ നിറഞ്ഞ ശേഷം എല്ലിലേക്ക് പോകുന്നു. എല്ലിൽ ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞാൽ എമ്മിലേക്ക് പോകുന്നു. എം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ എന്നിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഒറ്റ കാര്യം ഇവിടെ മനസ്സിലാക്കിയാൽ മതി, ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഊർജത്തിന്റെ എന്ത് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഊർജത്തിന്റെ ചെറുത് കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് പോകുന്ന ക്രമം ഏതാ ക്രമം? അവരോഹണ ക്രമം, ആരോഹണ ക്രമം. ഊർജത്തിന്റെ ആരോഹണ ക്രമം, അതായത് എനർജിയുടെ ഏതോർഡറാ? അസെൻഡിങ് ഓർഡർ. ഊർജം ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക്. ഊർജം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും നിങ്ങൾ ഓർക്കണ്ട, ഊർജം കൂടി വരുന്ന ക്രമത്തിൽ, ഊർജം കൂടി വരുന്ന ക്രമത്തിൽ, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. ഇൻക്രീസിംഗ് എനർജിയുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എന്ത് പറയുന്നത്? ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്താണ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറഞ്ഞ എന്തിന്റെ ക്രമത്തിലാ? എനർജിയുടെ ക്രമത്തിലാണ്. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്, ഇൻക്രീസിംഗ് ഓർഡറിലാണ്. നമ്മൾ ഇനി അടുത്തത് സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയും. ഇപ്പൊ ഷെല്ലിൽ ഇലക്ട്രോൺ നിറയുന്ന ക്രമം കിട്ടിക്കഴിഞ്ഞു. കെ ഷെല്ല് ആദ്യം നിറയുന്നു. കെ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞിട്ട് എൽ ഷെല്ല് നിറയുന്നു. എൽ ഷെല്ല് മൊത്തം നിറഞ്ഞാൽ എം ഷെല്ല് നിറയുന്നു. എം ഷെല്ല് മൊത്തം നിറഞ്ഞാൽ എൻ ഷെല്ല് നിറയുന്നു. ഇതാണ് നമ്മൾ 9ാം ക്ലാസ് വരെ പഠിച്ചത്. ഇപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ? സബ് ഷെല്ലുകളെ കുറിച്ച് പഠിച്ചില്ലേ? അപ്പൊ സബ് ഷെല്ലുകൾ നിറയുന്ന ക്രമം എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു വ്യത്യാസവുമില്ല, ഷെല്ലിലെ പോലെ തന്നെയാണ് സബ് ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ നിറയുന്നത്. സബ് ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ നിറയുന്നത് എന്ത് ക്രമത്തിലാണെന്ന് ചോദിച്ചാൽ
increasing order of energy. increasing order of energy. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിലും ഇലക്ട്രോൺ പറയുന്നത്. ഊർജം കൂടി വരുന്ന ക്രമത്തിൽ, ഇവിടെയും ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എന്ത് പറയുന്നത്, സബ്ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ക്രമം ഒന്ന് കാണാതെ പഠിക്കണം. ഓക്കെ, ആദ്യം നമുക്ക് ആ സബ്ഷെല്ലുകളുടെ പേരുകളിൽ എഴുതിയിടാം. 1s, ഒന്നാമത്തെ സബ്ഷെല് 1s. 1sൽ 2 ഇലക്ട്രോൺ അല്ലേ. രണ്ടാമത്തെ സബ്ഷെല് 2s ആണ്. 2sൽ 2 ഇലക്ട്രോൺ. 2p6, 3s2, 3p6, 3d10, 4s2, 4p6, 4d10, 4f14. ഓക്കെ, അപ്പൊ നമ്മള് സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന ക്രമത്തിനെ കുറിച്ചാണ് പഠിക്കാൻ. നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മുടെ ഓർഡറിൽ എന്ത് ചെയ്യുക, സബ്ഷെല്ലുകളും അതിന്റെ പേരും അങ്ങ് എഴുതിയിടുക. എഴുതിയിട്ട ശേഷം ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് കൂടുതൽ എളുപ്പം. എങ്ങനെയാണ് നമ്മൾ ഈ ക്രമം പഠിക്കുന്നത്? നമ്മൾ എന്താണ്, ചരിച്ചിങ്ങനെ വരയിടുക, എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇടുക. ഓക്കെ, ഈ ആരോ സൂചിപ്പിക്കുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്ന ക്രമമാണ്. അപ്പം ആദ്യം ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഏത് സബ്ഷെല്ലായിരിക്കും? 1s സബ്ഷെല്ലായിരിക്കും. അപ്പം ഒരു ആറ്റം നമ്മൾ എടുത്താൽ ആ ആറ്റത്തിലെ ഊർജം ഏറ്റവും കുറഞ്ഞ സബ്ഷെൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് 1s2 ആണ്. ആ 1s2 1s എന്ന് പറയുന്ന സബ്ഷെല്ലാണ് ആദ്യത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. 1sൽ പരമാവധി എത്ര ഇലക്ട്രോൺ നിറയ്ക്കാം? 2 ഇലക്ട്രോൺ നിറയ്ക്കാം. അപ്പൊ നമ്മൾ ക്രമം പഠിച്ചു തുടങ്ങുന്നു. 1s2. 1s നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത സബ്ഷെൽ ഏതാ? 2s നിറയുന്നു. 2sലും പരമാവധി 2 ഇലക്ട്രോൺ. 2s2 നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഏത് സബ്ഷെൽ നിറയും? 2p സബ്ഷെൽ നിറയും. എത്ര ഇലക്ട്രോൺ നിറയും? 6 ഇലക്ട്രോൺ നിറയും. നോക്കിക്കോണം, 2p കഴിഞ്ഞാൽ അടുത്ത ഏതാ? 3s സബ്ഷെൽ നിറയും. 3sൽ 2 ഇലക്ട്രോൺ നിറയും. 3s കഴിഞ്ഞാൽ അടുത്ത ഏതാ? 3pൽ എത്ര ഇലക്ട്രോൺ നിറയും? 6 ഇലക്ട്രോൺ നിറയും. 3p നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആര് നിറയും? 4s നിറയുന്നു. 3p സബ്ഷെൽ നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിറയുന്ന ഏതാണ്? 4s സബ്ഷെല്ലാണ്. 4s സബ്ഷെൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നിറയുന്നത് ആരാ? 3d സബ്ഷെല്ലാണ്. 3dയിൽ എത്ര ഇലക്ട്രോൺ നിറയും? 10 ഇലക്ട്രോൺ നിറയും. ബാക്കി നോക്കിയേ, 3d നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് 4p സബ്ഷെൽ നിറയും. 3d കഴിഞ്ഞ് അടുത്ത ആരോ പോയിരിക്കും ഇങ്ങോട്ടാ. അപ്പൊ 4p സബ്ഷെൽ നിറയും. 4p സബ്ഷെൽ നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആര് നിറയും? 4d നിറയും. 4d നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആര് നിറയും? 4f 14. ഓക്കെ, അപ്പം സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്ന ക്രമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇങ്ങനെ എനർജിയുടെ ഓർഡറിൽ, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി, ഊർജം കൂടി വരുന്ന ക്രമത്തിൽ സബ്ഷെല്ലുകൾ ഇലക്ട്രോണുകൾ നിറയുന്നതിന് നമ്മൾ നിറയുന്ന ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു തത്വത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആഫ്ബാ പ്രിൻസിപ്പിൾ. എന്തുവാ? ആഫ്ബാ പ്രിൻസിപ്പിൾ. ഇത് ടെക്സ്റ്റിനകത്തില്ല, നമ്മൾ ഓർത്തിരുന്നാൽ മതി. ആഫ്ബാ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്ന ക്രമം എങ്ങനെയാണ് നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ആദ്യം ഇലക്ട്രോൺ നിറയുന്ന 1sലാണ്. നോക്കിക്കോ, 1sൽ ഇലക്ട്രോൺ നിറഞ്ഞിട്ട് അടുത്ത ഇലക്ട്രോൺ പോകുന്നത് 2sലേക്കല്ലേ. എന്തുകൊണ്ടാ 2sലേക്ക് പോകുന്നത്? 1s കഴിഞ്ഞാൽ തൊട്ടടുത്ത ഊർജം കൂടിയ സബ്ഷെല്ല് 2s ആണ്. അപ്പൊ 1sനേക്കാൾ ഊർജം കൂടുതലല്ലേ 2sന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇടാമല്ലോ മാർക്ക് അല്ലേ. നമുക്കറിയാം എപ്പോഴും എന്താ ഈ മൗത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലുതിനകത്തോട്ടായിരിക്കും. ഇപ്പൊ 1s കഴിഞ്ഞാൽ ഇലക്ട്രോൺ പോകുന്നത് 2sലേക്കാണ്. കാരണം 1sനേക്കാൾ എനർജി കൂടുതൽ 2sനാണ്. 2s കഴിഞ്ഞാൽ ആരിലേക്ക് പോകും? 2pയിലേക്ക് പോകും. 2p കഴിഞ്ഞാൽ ആരിലേക്ക് പോകും? 3sലേക്ക് പോകും. 3s കഴിഞ്ഞാൽ ആരിലേക്ക് പോകും? 3pയിലേക്ക് പോകും. 3p കഴിഞ്ഞാൽ 4sലേക്ക് പോകും. 4s കഴിഞ്ഞാൽ 3dയിലേക്ക് പോകും. 3d കഴിഞ്ഞാൽ 4p, 4d, 4f. അപ്പൊ നമ്മളിത് കാണാതെ അങ്ങ് പഠിച്ചേക്കണം അല്ലേ. നമ്മള് ഇവിടം വരെയെങ്കിലും ഇവിടം വരെ വളരെ കൃത്യമായി കാണാതെ പഠിച്ചിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു തരാം. 1s2, 2s2, 2p6 ഓർഡറിൽ പഠിച്ചിരിക്കണം. 1s2, 2s2, 2p6 മൂന്നെണ്ണം വീതം പഠിച്ച എളുപ്പമാണ്. 1s2, 2s2, 2p6, 3s2, 3p6, 3p6 കഴിഞ്ഞ ആരാ? 4s2, 3d10. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10.
1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. അപ്പം സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എനർജിയുടെ ഓർഡറിലാണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയാണ്. അപ്പം എനർജി ഏറ്റവും കുറഞ്ഞ സബ്ഷെല്ല് 1s ആണ്. 1s നടന്നതിന് ശേഷം 2s എന്ന് പറയുന്നു. 2s കഴിഞ്ഞാൽ തൊട്ടടുത്ത എനർജി കൂടുതൽ 2pക്കാണ്. 2s കഴിഞ്ഞിട്ട് എവിടെ നിറയുന്നു? 2pയിൽ നിറയുന്നു. 2p കഴിഞ്ഞ് 3s നിറയുന്നു. 3s കഴിഞ്ഞ് 3p നിറയുന്നു. പിന്നെ 4s2 നിറയുന്നു. പിന്നെ 3d10 നിറയുന്നു. ഓക്കെ, അപ്പൊ ഇത് നല്ല വൃത്തിയായിട്ട് കാണാതെ പഠിച്ചോണം. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d10. അപ്പം സബ്ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്ന ക്രമമാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടം വരെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. വളരെ കൃത്യമായി ഈ 3d10 വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് മനഃപ്പാഠമാക്കിയാൽ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വളരെ കൃത്യമായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഏത് സമയത്തായാലും പറഞ്ഞു തരാൻ തയ്യാറാണ്. ഓക്കെ.